ത്രിലോകിന്റെ പുഞ്ചിരി കണ്ടതും ശ്രുതിക്ക് മനസ്സിലായി അവൻ തന്നെ കളിയാക്കുകയാണെന്ന്. പരിസരം മൂലം മറന്ന് ശ്രുതി ത്രിലോകിന്റെ കവളിലായി നല്ലൊരു കടി കൊടുത്തു. സത്യത്തിൽ അപ്പോഴാണ് ശ്രുതിക്ക് ബോധം വന്നത് അവൾ എന്താണ് ചെയ്തതെന്നോർത്ത്. ചെയറിൽ നിന്നും എഴുന്നേറ്റ് ത്രിലോക് ശ്രുതിയെ നോക്കി കണ്ണുരുട്ടിയതും ശ്രുതി ത്രിലോകിനെ നോക്കി വെളുക്കനെ ഒന്ന് ചിരിച്ചുകൊണ്ട് ഒരൊറ്റ ഓട്ടമായിരുന്നു മുകളിലേക്ക്. ഡി നിൽക്കടി അവിടെ! ത്രിലോകും ശ്രുതിയുടെ പുറകെയായി മുകളിലേക്ക് ഓടി. ഈ സമയം കിച്ചണിൽ നിന്ന് ഒരു കപ്പ് കോഫിയുമായി മാളവിക പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് പുഞ്ചിരിച്ചുകൊണ്ട് ത്രിലോകിനെ നോക്കി മുകളിലേക്ക് ഓടുന്ന ശ്രുതിയെയും അവൾക്ക് പിറകെയായി ഓടുന്ന ത്രിലോകിനെയുമാണ്. ഈ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയാതെ മാളവിക തൻ്റെ ഇരു കണ്ണുകളും അടച്ചു നിന്നു. ദേഷ്യം കൊണ്ട് മാളവിക വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. മുറിവ് പറ്റിയ കൈയാണെന്ന് പോലും ഓർക്കാതെ അവൾ തൻ്റെ കൈകൾ ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം പിടിച്ചമർത്തി നിന്നു. ഈ സമയം മാളവികയുടെ ഇടത്തുകൈയിലെ സ്റ്റിച്ചിട്ട ഭാഗത്ത് നിന്ന് ചെറുതായി ചോര പൊടിഞ്ഞതും അവൾ അറിയാതെ എരിവ് വലിച്ചു പോയി. വിടിലടി ശ്രുതി നിന്നെ ഞാൻ! എൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ഓരോ രക്തത്തുള്ളിക്കും നിന്നെക്കൊണ്ട് ഞാൻ കണക്ക് പറയിപ്പിച്ചിരിക്കും. മാളവികയുടെ മുഖത്തെ ഭാവമാറ്റം കണ്ട ഹേമ പോലും ഒന്ന് ഭയന്നു പോയി. മോളെ! വിറച്ചുകൊണ്ട് ഹേമ മാളവികയുടെ തോളിലായി ഒന്ന് തൻ്റെ കൈവച്ചതും തീ പാറുന്ന കണ്ണുകളോടെ മാളവിക ഹേമയെ നോക്കി. മകളുടെ മുഖത്തെ ഭാവവ്യത്യാസം കണ്ടതും ഹേമ വേഗം അവളുടെ തോളിലായി വെച്ച് തൻ്റെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് ചുണ്ടി വരുത്തി തീർത്ത പുഞ്ചിരിയോടെ ചോദിച്ചു, നീ എന്താ മോളെ ഇവിടെ നിൽക്കുന്നത്? നിനക്ക് നല്ല ക്ഷീണമുണ്ട്, മോള് പോയി കിടക്കാൻ നോക്ക്. പക്ഷെ അതിന് മാളവിക തിരിച്ച് ഹേമയോട് മറുപടിയൊന്നും പറഞ്ഞില്ല. പകരം അവൾ ഒന്ന് മൂളുക മാത്രമാണ് ചെയ്തത്. ഒരു ഭ്രാന്തിയെപ്പോലെ നേരത്തെ ത്രിലോകും ശ്രുതിയും കയറിപ്പോയ കോവണിപ്പടിയിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൾ മുറിയിലേക്ക് കയറിപ്പോയി. ആദ്യമായി ഹേമയ്ക്ക് തൻ്റെ മകളുടെ അവസ്ഥയോർത്ത് ഭയം തോന്നി. തൻ്റെ ഭർത്താവ് വേണുവിന് വേണ്ടി അവിടെ എല്ലാം തിരഞ്ഞു നടന്നു അവർ. ഛേ, ഇതെവിടെ പോയി കിടക്കുവാണ് ഈ വേണുവട്ടൻ? ഹേമ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. മാളവിക അവരുടെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുന്ന ഒരു ചോദ്യമായിരുന്നു. റൂമിലേക്ക് എത്തിയ ശ്രുതി ഇനി എങ്ങോട്ട് ഓടുമെന്നറിയാതെ ത്രിലോകിനെ നോക്കിയതും കുസൃതി നിറഞ്ഞ കണ്ണുകളോടെ അവൻ അകത്തേക്ക് കയറി വാതിൽ ചേർത്തടച്ചു. തൻ്റെ അടുത്തേക്ക് വരുന്ന ത്രിലോകിനെ തടയുവാൻ സാധിക്കാതെ ശ്രുതി ആകെ നാണത്താൽ വിവശയായി മാറിയിരുന്നു. ത്രിലോക്, വേണ്ട, ഞാൻ അറിയാതെ. ആണോ? അറിയാതെയാണോ നീ എന്നെ കടിച്ചത്? അത് പിന്നെ എന്നെ കളിയാക്കിയിട്ടല്ലേ? ചുണ്ടുകൾ കുറിപ്പിച്ചുകൊണ്ട് കുഞ്ഞുകുട്ടിയുടെ ഭാവത്തോടെ ശ്രുതി ത്രിലോകിനോട് അങ്ങനെ പറഞ്ഞത് ത്രിലോക് മറ്റൊന്നും ചിന്തിക്കാതെ ഓടി വന്നവളെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് അവനിലേക്ക് ചേർത്ത് പിടിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകും മുന്നേ തന്നെ ത്രിലോക് ശ്രുതിയുടെ ഇളം റോസ് ചുണ്ടുകളെ കവർന്നിരുന്നു. ആദ്യം ഒന്ന് പതറിയെങ്കിലും ശ്രുതിയും പിന്നീട് അവനെ കൂടുതൽ ശക്തിയിൽ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അവൻ്റെ ചുണ്ടുകളെ നുണഞ്ഞു തുടങ്ങി. ഉയരക്കുറവ് ഒരു പ്രശ്നമായതിനാൽ ശ്രുതി വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു അവൻ്റെ ചുണ്ടുകളിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർക്കുവാൻ. അത് മനസ്സിലാക്കിയതുപോലെ ത്രിലോക് ശ്രുതിയുടെ ഇടുപ്പിൽ കൈകൾ ചേർത്ത് ഉയർത്തി അവൻ്റെ അരയിലേക്ക് അവളെ ചേർത്തിരുത്തി. ത്രിലോകിൻ്റെ പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ ശ്രുതിയുടെ ശരീരമൊന്ന് വിറച്ചുപോയി. ചുണ്ടുകൾ വേർപ്പെടുത്താതെ തന്നെ ശ്രുതിയെ ചുംബിച്ചുകൊണ്ട് തന്നെ ത്രിലോക് അവളെ തൊട്ടടുത്തായിട്ടുള്ള മേശമേൽ കയറ്റിയിരുത്തി. ശ്രുതി ഉടുത്തിരുന്ന സാരി അവളുടെ മാറിൽ നിന്നും എടുത്ത് മാറ്റിക്കൊണ്ട് ആ മാറിലായി അവൻ തൻ്റെ മുഖമമർത്തിയതും ഒരു സീൽക്കാര ശബ്ദത്തോടെ ശ്രുതി ഒന്ന് പുളഞ്ഞുകൊണ്ട് പിറകിലേക്ക് ചാഞ്ഞുപോയി. ത്രിലോക്! അവൻ്റെ കൈവിരലുകൾ അവളുടെ ആഴമേറിയ നാഭിച്ചുഴിയിലേക്ക് ആഴ്ന്നിറങ്ങിയതും ശ്രുതി തൻ്റെ കാലുകൾ കൊണ്ട് ത്രിലോകിൻ്റെ അരയിലൂടെ ചുറ്റി അവനെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു. വന്യമായ പ്രണയമായിരുന്നു ത്രിലോകിൻ്റേത്. ഈ സമയം വിട്ടുകൊടുക്കാതെ ത്രിലോകിൻ്റെ ഒപ്പം എത്താൻ ശ്രുതിയും വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ത്രിലോക് ഈ സമയം അവൻ്റെ കൈവിരൽ കൊണ്ട് തന്നെ ശ്രുതിയുടെ ബ്ലൗസിൻ്റെ ആദ്യത്തെ ഹൂക്ക് അഴിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് ശ്രുതി സ്വബോധത്തിലേക്ക് വന്നത്. കണ്ണുകൾ വലിച്ചു തുറന്ന ശ്രുതി അവനോട് പറഞ്ഞു, വേണ്ട ത്രിലോക്, വേണ്ട, എനിക്ക് താഴേക്ക് പോകണം, അവിടെ എല്ലാവരും ഉണ്ട്. സത്യത്തിൽ അപ്പോഴാണ് ത്രിലോകിനും ബോധം വന്നത്. എങ്കിലും അവളെ കെട്ടിപ്പുണർന്നുകൊണ്ട് അവളുടെ തോളിലായി തൻ്റെ മുഖം ചേർത്ത് വെച്ച് അവൻ അല്പസമയം കണ്ണടച്ചു നിന്നു. പിന്നീട് അവളുടെ കവളിലായി ചുണ്ടുകൾ ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ ഒന്നുകൂടെ ഫ്രഷായിട്ട് വരാം. അത്രയും പറഞ്ഞ് അവളെ നോക്കി കണ്ണുറുക്കിക്കൊണ്ട് അവൻ നേരെ ടോയ്ലറ്റിലേക്ക് കയറിപ്പോയി. ത്രിലോക് അങ്ങനെ പറഞ്ഞതും ശ്രുതി നാണത്താൽ തൻ്റെ കണ്ണുകൾ അടച്ചുപോയി. മുഖത്ത് ആ പുഞ്ചിരി മായ്ക്കാതെ തന്നെ അവൾ പതിയെ നിലക്കണ്ണാടിക്ക് മുന്നിലായി വന്നു നിന്നുകൊണ്ട് അവളുടെ കോലമൊന്നും നോക്കി. മാറി നിന്നും അഴിഞ്ഞു വീണ സാരിയും ചുവന്ന മുഖവും പാറിപ്പറന്ന മുടിയിഴകളും ഒപ്പം പരന്ന സിന്ദൂരവുമായി തൻ്റെ മുന്നിൽ കാണുന്ന പ്രതിബിംബത്തിൽ നിൽക്കുന്ന പെൺകുട്ടി ശ്രുതിയാണോ എന്ന് പോലും അവൾ സംശയിച്ചുകൊണ്ട് നോക്കി നിന്നുപോയി. കണ്ണുകൾ അടച്ച് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ശ്രുതി കണ്ണാടിയിലേക്ക് നോക്കിയതും പെട്ടെന്നാണ് ആരോ വാതിൽ തുറക്കുന്നത് അകത്തേക്ക് വരുന്നത് പോലെ ശ്രുതിക്ക് തോന്നിയത്. ശ്രുതി പിന്തിരിഞ്ഞു നോക്കിയതും മുന്നിൽ നിൽക്കുന്നവളെ കണ്ട് ഞെട്ടിത്തരിച്ചു പോയി. മാളവിക! ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് മാളവിക തൻ്റെ മുറിയുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് ശ്രുതിക്ക് തോന്നി. അവളുടെ മുഖഭാവം കണ്ടതും ശ്രുതിയിൽ ഭയം എന്ന വികാരം ഉടലെടുത്തു. മാളവികയുടെ വലത് കൈയിലായി കാണുന്ന തിളങ്ങുന്ന കത്തി കണ്ടതും ശ്രുതിക്ക് നിന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് അനങ്ങുവാൻ കൂടി സാധിച്ചില്ല. അവൾ ഉമിനീറിറക്കിക്കൊണ്ട് തൻ്റെ ഇടതുഭാഗത്ത് കാണുന്ന ടോയ്ലറ്റിൻ്റെ ഭാഗത്തേക്കൊന്ന് നോക്കി. ഇല്ല, ഇതുവരെ ത്രിലോക് പുറത്തേക്ക് വന്നിട്ടില്ല. ശ്രുതിയുടെ ഓരോ ഭാവങ്ങളും വീക്ഷിക്കുന്ന തിരക്കിലായിരുന്നു മാളവിക.
ആ സമയം അവളുടെ കണ്ണുകളെല്ലാം രക്തചുവപ്പായി മാറിയിരുന്നു. വിറച്ചുകൊണ്ട് ശ്രുതി മാളവികയെ നോക്കി നിൽക്കുമ്പോൾ മാളവിക ശ്രുതിയെ നോക്കി വന്യതയാർന്ന ഒരു ചിരി ചിരിച്ചു. ശ്രുതിക്കൊന്ന് ചിന്തിക്കുവാൻ സമയം കൊടുക്കുന്നതിന് മുന്നേ തന്നെ മാളവിക ആ മൂർച്ചയേറിയ കത്തിയും കൊണ്ട് ശ്രുതിയുടെ അടുത്തേക്ക് ഓടിയെടുത്തു. ആ ത്രിലോക്! തൻ്റെ വയർ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്ന മൂർച്ചയേറിയ കത്തി കണ്ടതും ശ്രുതി കണ്ണുകൾ ഇറുകെ അടച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നുപോയി. ശ്രുതിയുടെ മനസ്സ് അവിടെ നിന്ന് മാറുവാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിലും ഭയം കൊണ്ടാണെന്ന് തോന്നുന്നു അവളുടെ കാലുകൾ അനങ്ങുന്നില്ലായിരുന്നു. തനിക്ക് കുത്തേറ്റിട്ടില്ല എന്ന് തോന്നിയ ശ്രുതി കണ്ണുകൾ തുറന്നു നോക്കിയതും മുന്നിലെ കാഴ്ച കണ്ട് അവൾ വിറങ്ങലിച്ചു പോയി. തന്നെ കുത്താനാഞ്ഞ ആ മൂർച്ചയേറിയ കത്തിയിൽ പിടിച്ചുകൊണ്ട് മാളവികയെ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ നോക്കി നിൽക്കുന്ന ത്രിലോക്. മൂർച്ചയേറിയ കത്തിയിൽ പിടിച്ചതുകൊണ്ടായിരിക്കാം ത്രിലോകിന്റെ വലത് കൈയിൽ നിന്നും രക്തം ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു. ആ ത്രിലോക്! മുന്നിലെ കാഴ്ച കാണുവാൻ ത്രാണിയില്ലാതെ ഭയന്ന് വിറച്ചുപോയ ശ്രുതി അലറി കരഞ്ഞുപോയി. പക്ഷേ ഈ സമയം ത്രിലോക് തന്റെ ഇടത് കൈകൊണ്ട് മാളവികയുടെ മുഖം നോക്കി ഒന്ന് പൊട്ടിച്ചു. അവളുടെ കയ്യിൽ നിന്ന് കത്തി തെറിച്ച് ഒരു ഭാഗത്തേക്ക് വീണുപോയി. ഒപ്പം മാളവിക മുഖമടച്ച് നിലത്തേക്കും. മുകളിൽ നിന്നും ശ്രുതിയുടെ അലറിക്കരച്ചിൽ കേട്ട് തറവാട്ടിലുള്ള എല്ലാവരും മുകളിലേക്ക് കയറി വരുമ്പോൾ കാണുന്നത് കയ്യിൽ നിന്നും ചോര വാർന്നൊഴുകി നിൽക്കുന്ന ത്രിലോകിനെയും പേടിച്ചരണ്ട് അവന്റെ പിറകിലായി നിൽക്കുന്ന ശ്രുതിയെയും നിലത്ത് കിടന്ന് കത്തുന്ന കണ്ണുകളോടെ അവരെ തന്നെ നോക്കിക്കിടക്കുന്ന മാളവികയുമാണ്. അയ്യോ എൻ്റെ മോളെ, നിനക്ക് എന്താ പറ്റിയത്? ഹേമ ഓടി വന്ന് മാളവികയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അപ്പോഴേക്കും ത്രിലോകിന്റെ അമ്മ ഓടി വന്ന് അവന്റെ കൈ നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്താ കണ്ണ, എന്താ ഇവിടെ സംഭവിച്ചത്? എങ്ങനെയാ നിന്റെ കൈ മുറിഞ്ഞത് എൻ്റെ കുട്ടി? ഈ സമയം ശിവ എല്ലാവരെയും മാറ്റിക്കൊണ്ട് അകത്തേക്ക് ഓടിക്കയറി വന്ന് ത്രിലോകിന്റെ കബോർഡ് തുറന്ന് അതിൽ നിന്നും ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് അവന്റെ കയ്യിലെ മുറിവിൽ കോട്ടം വെച്ച് മുറിവ് തുടയ്ക്കുന്നുണ്ടായിരുന്നു. എന്താ എന്താ ഇവിടെ നടന്നത്? മുത്തശ്ശി അകത്തേക്ക് കയറി വന്ന് ത്രിലോകിനെയും മാളവികയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്താ നടന്നതെന്ന് അമ്മയ്ക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ? ഇവന്റെ വിവാഹം കഴിഞ്ഞതും പോരാ, എൻ്റെ മോളെ ഇപ്പോഴും എന്തൊക്കെയോ പറഞ്ഞ് ഇവൻ അടിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും എൻ്റെ മോളെ ഒന്ന് നിനക്ക് വെറുതെ വിട്ടുകൂടെ ത്രിലോക്? ഹേമ ത്രിലോകിനോടായി ചീറിക്കൊണ്ട് ചോദിച്ചു. മതി, നിർത്തുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളും നിങ്ങളുടെ മകളും. ഇവൾ എന്താ ചെയ്തതെന്ന് അറിയോ മുത്തശ്ശി? എൻ്റെ ശ്രുതിയെ കൊല്ലുവാൻ നോക്കി. ത്രിലോകിന്റെ അലറിക്കൊണ്ടുള്ള പറച്ചിൽ ഹേമയും മുത്തശ്ശിയും അടക്കം തറവാട്ടിലുള്ള എല്ലാവരും ഇടിവെട്ടേറ്റതുപോലെ നിന്നുപോയി. മുത്തശ്ശി കണ്ടോ ആ കത്തി? ഞാനൊരു സെക്കൻഡ് ടോയ്ലറ്റിൽ നിന്നും ഇറങ്ങാൻ താമസിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ പെണ്ണിനെ കുത്തിക്കൊന്നേനെ ഇവൾ. പേടിച്ചരണ്ട് തൻ്റെ പുറകിലായി നിൽക്കുന്ന ശ്രുതിയെ വലിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ത്രിലോക് മാളവികയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ പെണ്ണിൻ്റെ ശരീരത്തിൽ നിന്ന് ചോരയെങ്ങാനും പൊടിഞ്ഞിരുന്നുവെങ്കിൽ നീ ഇതുവരെ കണ്ട ത്രിലോകിനെ ആയിരിക്കില്ല മാളവിക ഇനി കാണുക. ഇപ്പോൾ നീ കാണിച്ച ദുസ്സാഹസം ഇനി മേലെ കാണിച്ചാൽ. അവൻ്റെ മുറുകിയ മുഖത്തേക്ക് നോക്കുവാൻ ഹേമ ഒന്ന് ഭയന്നെങ്കിലും പക്ഷെ അപ്പോഴും മാളവിക അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എന്താടി ചൂല് മിണ്ടാതെ നിൽക്കുന്നത്? വായ തുറന്ന് പറയടി, എല്ലാവരും കേൾക്കട്ടെ നീ ഇവളെ കൊല്ലുവാൻ വന്നതാണെന്ന്. അതോ ഇത്രയും പേരെ കണ്ടപ്പോൾ നിന്റെ ധൈര്യം അങ്ങ് ചോർന്നു പോയോ? ത്രിലോക് മാളവിക നോക്കി പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു. അങ്ങനെ എന്നെ തരം താഴ്ത്തണ്ട ത്രിലോക്, നിനക്കറിയാലോ ഈ മാളവികയെ. അതെ ശരിയാണ്, ഞാൻ ഇവളെ കൊല്ലുവാൻ വേണ്ടി വന്നത് തന്നെയാണ്. എൻ്റെ കൺമുമ്പിലൂടെ ഇവർ കമിതാക്കളായി നടക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കില്ല. എൻ്റെ ജീവിതം ഇങ്ങനെയാക്കി തീർത്ത ഇവൾ അങ്ങനെ ഇവൻ്റെ കൂടെ സ്വസ്ഥമായി ജീവിക്കേണ്ട. ഞാൻ അതിനെ അനുവദിക്കില്ല. ഇവൻ എൻ്റെയാ, ത്രിലോക് എൻ്റേത് മാത്രമാണ്. ഇന്നലെ ഇവിടേക്ക് വലിഞ്ഞു കയറി വന്ന പെണ്ണിനുള്ളതല്ല ഇവൻ. എന്താ ആരും എൻ്റെ അവസ്ഥ മനസ്സിലാക്കാത്തത്? ഞാൻ ഇവനെ അത്രമാത്രം ഇഷ്ടപ്പെട്ടതല്ലേ? എന്നിട്ട് മുത്തശ്ശി പോലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോ? മാളവിക പ്രാന്തിയെ പോലെ തൻ്റെ തലമുടികൾ വലിച്ചുകൊണ്ട് മുത്തശ്ശിയോട് അലറിക്കൊണ്ട് ചോദിച്ചു. അടുത്ത നിമിഷം അവിടെ ഒരു അടി വീണു. അമ്മേ, അമ്മ എന്തിനാ എന്നെ തല്ലിയത്? ഹേമ തൻ്റെ കവിളിൽ കൈവച്ചുകൊണ്ട് മുത്തശ്ശിയോട് ചോദിച്ചു. നിന്നെ തല്ലുകയല്ല, കൊല്ലുകയാണ് വേണ്ടത്. ഇങ്ങനെയാണോടി ഒരു പെൺകുട്ടിയെ വളർത്തി വലുതാക്കേണ്ടത്? നിന്റെ മോളുടെ മേൽ ഞാൻ കൈവയ്ക്കാതെ എന്താന്ന് വെച്ചാൽ അവൾ ഇനി നന്നാകില്ല എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ത്രിലോക് ഇപ്പോൾ ഒരു വിവാഹിതനാണ്. അവനൊരു പെൺകുട്ടിയെ ഭർത്താവാണ്. നിന്റെ മകളെ നേർവഴിക്ക് നടത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പം ഇറങ്ങിക്കൊള്ളണം നീ നിന്റെ കുടുംബവും ഈ തറവാട്ടിൽ നിന്ന്. എനിക്ക് വേറെയും കൊച്ചുമക്കളുണ്ട്. അവരുടെയെല്ലാം ഭാവിയും ജീവിതവും സുരക്ഷിതമാക്കേണ്ട ഉത്തരവാദിത്തം എനിക്കും കൂടിയുണ്ട്. പെട്ടെന്നാണ് അനി അങ്ങോട്ടേക്ക് കയറി വന്നത്. അനിയെ കണ്ടതും ഹേമയും മാളവികയും അവനെ നോക്കിയൊന്ന് പുച്ഛിച്ചു. വേറെ എങ്ങോട്ടും ശ്രദ്ധിച്ചു നിന്നു. ഇതും കൂടി കണ്ടതും അനിയുടെ കൺട്രോൾ അങ്ങ് തെറ്റി. അവൻ ഓടി വന്ന് മാളവികയെ ഹേമയിൽ നിന്നും വലിച്ചു പിടിച്ച് നിർത്തി ഇരു കവളിലും മാറി മാറി അടിച്ചു. അനിയുടെ അടിയിൽ മാളവിക തെറിച്ച് വേണുവിൻ്റെ അടുത്തേക്ക് ചെന്ന് വീണു. എന്താടാ നീ കാണിക്കുന്നത്? നിനക്കെന്താ പ്രാന്തായി പോയോ? നീ എന്തിനാ ഇവളെ ഇങ്ങനെ തല്ലുന്നത്? മിണ്ടിപ്പോകരുത് നിങ്ങൾ രണ്ടുപേരും. നിങ്ങൾ രണ്ടുപേരുമാണ് ഇവളെ ഇങ്ങനെ വഷളാക്കിയത്. കറക്റ്റ് സമയത്ത് ത്രിലോക് വന്നില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പുന്നാരപുത്രി ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകുമായിരുന്നു. എല്ലാത്തിനും വളം വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ തൃപ്തിയായോ നിങ്ങൾ രണ്ടുപേർക്കും? ഇവളെ ഇങ്ങനെ വഷളാക്കിയത് നിങ്ങൾ രണ്ടുപേരുമാണ്. ഇവളെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അനി, നീ വെറുതെ ഈ കാര്യത്തിൽ ഇടപെടേണ്ട. ഇവൾ എൻ്റെ മകളാണെങ്കിൽ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. വേണു അനിക്ക് നേരെ ചൂണ്ടുവിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞത് കേട്ട് മിണ്ടാതിരുന്നതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇനി ഞാൻ പറയും, നിങ്ങളെല്ലാം കേട്ടാൽ മതി. ഇവളെ നന്നാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നെ ഭരിക്കാൻ ആരും വേണ്ട, ആരും. അനിയുടെ അപ്പോഴത്തെ മുറുകിയ മുഖം കണ്ടതും ഹേമയും വേണു ഒന്ന് വിരണ്ടുപോയി. കാരണം ആദ്യമായിട്ടാണ് അനി അവർ അങ്ങനെ കാണുന്നത്. എടി, മാളവികയുടെ മുടിക്കുത്തിൽ പിടിച്ചുകൊണ്ട് അനി അവളെ തൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി.
എടി, കാതു തുറന്ന് കേട്ടോ നീ. ത്രിലോക് എന്ന് പറയുന്നവൻ ഒരു പാവയല്ല, മനുഷ്യനാണ്. വികാരവും വിചാരവുമുള്ള ഒരു മനുഷ്യൻ. അതുകൂടാതെ ത്രിലോക് എന്ന് പറയുന്നവൻ താലി ചാർത്തിയത് ശ്രുതിയാണ്. അവളിപ്പോൾ അവന്റെ ലീഗലി ഭാര്യയാണ്. നീ ആഗ്രഹിക്കുന്ന ത്രിലോകിനെ നിനക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് നിന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്ക്. അല്ലെങ്കിൽ ഇതുവരെ കണ്ട ഏട്ടനെ ആയിരിക്കില്ല നീ ഇനി കാണുക. ഇല്ല അനിയേട്ടാ, എന്തൊക്കെ പറഞ്ഞാലും ത്രിലോകിനെ എനിക്ക് വേണം. അവനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇവളെ കൊന്നിട്ടാണെങ്കിലും ഞാൻ എൻ്റെ ത്രിലോകിനെ നേടിയിരിക്കും. എല്ലാവരെയും നോക്കി ചീറിക്കൊണ്ട് മാളവിക പറഞ്ഞു. മാളവികയുടെ വർത്തമാനം കേട്ട് ത്രിലോകിന് അടിമുടി വിറഞ്ഞു കയറുന്നുണ്ടായിരുന്നു. അവൻ എന്തോ പറയാൻ മുന്നോട്ട് വന്നതും ശ്രുതി അവന്റെ കയ്യിൽ തടഞ്ഞുകൊണ്ട് അരുതെന്ന് പറഞ്ഞു. ദേഷ്യം അങ്ങ് ഉച്ചസ്ഥായിലെത്തിയ അനി കൊടുത്തു വീണ്ടും മാളവികയ്ക്ക് അടി. മാളവികയെ തല്ലുന്നത് തടയാൻ ഹേമയും വേണും വന്നെങ്കിലും അനിയുടെ ഒരൊറ്റ നോട്ടത്തിൽ അവർ അവിടെ തന്നെ നിന്നുപോയി. അവസാനം അനി മാളവികയെ കൊല്ലുമെന്ന് തോന്നിയതും ശിവ ഓടി വന്ന് അനിയനെ അവളിൽ നിന്ന് വേർപെടുത്തി. വേണ്ടടാ, വിട്ടേക്ക്. ഇനി തലി അവൾ ചത്തുപോകും. ചത്തുപോകട്ടെ ശിവ. ഇതുപോലെയുള്ള ഒരുവൾ ജീവിക്കുന്നതിലും ഭേദം ചാവുന്നതാ. എന്തിനാണ് ബാക്കിയുള്ളവരുടെ സമാധാനം കൂടി കളയുവാൻ വേണ്ടി ഇങ്ങനെ ഒരു അസുരവിത്ത് ജീവിക്കുന്നത്? നീ കേട്ടില്ലേ ഇവൾ പറയുന്നത്? ഇവിടെ അഹങ്കാരം നോക്ക്. ഇങ്ങനെ ഉണ്ടാകുമോ പെൺകുട്ടികൾ? എനിക്ക് തന്റെ സ്വന്തം അനിയത്തിയായ മാളവികയോട് വെറുപ്പും അറപ്പും തോന്നിപ്പോയി. ഇവിടെ വാടി, നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മാളവികയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് അനി സ്റ്റെപ്പുകൾ ഓടിയിറങ്ങി. വിടാനല്ലേ ഏട്ടാ പറഞ്ഞത്? വിടാൻ. അമ്മേ, അച്ഛാ. താഴേക്ക് ഇറങ്ങി പോകുമ്പോഴും മാളവിക വല്ലാത്തൊരു മുഖഭാവത്തോടെ ശ്രുതിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ത്രിലോക് ശ്രുതിക്ക് മറ എന്ന പോലെ കയറി നിന്ന് മാളവിക തന്നെ മുറുകിയ മുഖത്തോടെ നോക്കി നിന്നു. എല്ലാവരും താഴേക്ക് പോയതിനു ശേഷം ആ മുറി ത്രിലോകും ശ്രുതിയും മാത്രമായി. ഒരു മൂലയിലായി പേടിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രുതിയെ കണ്ടതും ത്രിലോകിന് പാവം തോന്നി. അവൻ തന്റെ ഇടത് കൈ നീട്ടി അവളെ തന്നിലേക്ക് വിളിച്ചതും കാറ്റുപോലെ ഓടി വന്ന് ശ്രുതി ത്രിലോകിനെ ഇറുകെ കെട്ടിപ്പുണർന്നു. തന്നിലേക്ക് ചേർന്ന് നിൽക്കുമ്പോഴും ശ്രുതിയുടെ ശരീരം വിറയ്ക്കുന്നത് ത്രിലോക് അറിയുന്നുണ്ടായിരുന്നു. അവൾ എത്രമാത്രം ഭയന്നിട്ടുണ്ടെന്ന് അവളുടെ ആ ശരീരത്തിന്റെ വിറയലിൽ നിന്ന് തന്നെ ത്രിലോകിന് മനസ്സിലായി. ത്രിലോക്, ഞാൻ പെട്ടെന്ന് പേടിച്ചു. അവന്റെ മുറിവ് കെട്ടിയ കൈ പതിയെ എടുത്തുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നത് കണ്ടതും ത്രിലോക് അവളുടെ ചുണ്ടിന്മേൽ തന്റെ ചൂണ്ടുവിരൽ വെച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ ഒന്നും പറയണ്ട. അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ത്രിലോക് തലയിൽ പതിയെ തലോടി. ആ സമയം ത്രിലോകിന്റെ മുഖത്ത് നിർവചിക്കാൻ പറ്റാത്ത മുഖഭാവമായിരുന്നു. മാളവിക, വെറുതെ വിടിലടി ഈ ത്രിലോക് നിന്നെ. ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു ത്രിലോക് ആ സമയം. അവന്റെ മുറിവ് പറ്റിയ കയ്യിൽ നിന്നും ചോര ചെറുതായി കിണിയുന്നത് പക്ഷേ അവൻ അറിഞ്ഞില്ല എന്ന് മാത്രം. വിടേട്ടാ, ഇത് എന്താണ് ചെയ്യുന്നത്? എന്റെ കയ്യിൽ നിന്ന് വിടാനല്ലേ പറഞ്ഞത്? മാളവിക അനിയോട് ചീറിക്കൊണ്ട് പറഞ്ഞു. പക്ഷെ അനി അതൊന്നും കേൾക്കാതെ അവളെ താഴെയുള്ള ഒരു മുറിയിലേക്ക് പിടിച്ചു തള്ളി. അനിയുടെ ഊക്കോടെയുള്ള തള്ളലിൽ അവൾ നിലത്തേക്ക് തെറിച്ചു വീണതും മാളവികയുടെ കൈമുട്ട് വല്ലാതെ വേദനിച്ചു. തന്റെ വേദനയുള്ള കൈമുട്ടൊന്ന് ഒഴിഞ്ഞുകൊണ്ട് അവൾ ദേഷ്യത്തോടെ അനിയെ നോക്കി പേടിപ്പിക്കല്ലേ മാളു. നീ നോക്കുമ്പോഴേക്കും ഞാൻ അങ്ങ് ഉരുകിപ്പോകും. കുറച്ച് ദിവസം നീ ഈ മുറിയിൽ കിടക്ക്. നിന്റെ ദേഷ്യവും അഹങ്കാരവും എല്ലാം ഒന്ന് ഉരുകി നിന്റെ ശരീരത്തിൽ നിന്നും ഇല്ലാതാകട്ടെ. അപ്പോൾ ഞാൻ നിന്നെ പുറത്തിറക്കുന്നതാണ്. അത്രയും പറഞ്ഞ് അവളെ നോക്കി ദേഷ്യത്തോടെ തന്നെ ആ മുറിയുടെ വാതിൽ വലിച്ചടച്ചു അനി. എടാ അനി, നീ ഇതെന്താണ് ചെയ്യുന്നത്? തുറക്കടാ, എന്റെ മോൾ അതിന്റെ അകത്താണ്. ഹേമ വാതിൽ തുറക്കുവാൻ ശ്രമിച്ചുകൊണ്ട് അനിയോടായി ചീറിക്കൊണ്ട് പറഞ്ഞു. മിണ്ടിപ്പോകരുത് നിങ്ങൾ രണ്ടെണ്ണം. നിങ്ങളുടെ രണ്ടുപേരുടെയും വളർത്തുദോഷം കൊണ്ടാണ് അവൾ ഇങ്ങനെ ആയിപ്പോയത്. ഇനി അവൾ നന്നാകുമെന്ന് യാതൊരു പ്രതീക്ഷയും എനിക്കില്ല. എങ്കിലും ഞാനൊരു അവസരം അവൾക്ക് നൽകുന്നു. ഇതിൽ അവൾ നന്നായിട്ടില്ലെങ്കിൽ അടിച്ചിറക്കും ഈ തറവാട്ടിൽ നിന്ന് അവളെ. അവളുടെ ഒപ്പം നിങ്ങൾക്കും പോകണമെങ്കിൽ പോകാം. ആരും തടയാൻ വരില്ല. പിന്നെ അച്ഛനൊരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ്. മുത്തശ്ശൻ, അതായത് അച്ഛൻ്റെ അച്ഛൻ എഴുതി വെച്ച വിൽപ്പത്ര പ്രകാരം അച്ഛൻ നടത്തുന്ന സ്വത്തുക്കളുടെ എല്ലാ അവകാശി ഞാനാണ്, അനിരുദ്ധ്. പെൺകുട്ടി ആയതിനാൽ തന്നെ മുത്തശ്ശൻ മാളവികയുടെ പേരിൽ ഒരു തരി സ്വത്ത് പോലും എഴുതി വെച്ചിട്ടില്ല എന്ന കാര്യം ഇടയ്ക്കിടയ്ക്ക് അച്ഛനും അമ്മയും ഓർക്കുന്നത് നല്ലതാണ്. പണ്ട് മുതലേ നിങ്ങൾക്ക് മാളവികയോടായിരുന്നു സ്നേഹം. ഞാനത് കണ്ടില്ലെന്ന് നടിക്കുക മാത്രമാണ് ഇത്രയും കാലം ചെയ്തത്. പക്ഷെ ഇനിയും അവളെ ഇങ്ങനെ കയറൂരി വിട്ട് എൻ്റെ ത്രിലോകിൻ്റെയും ശ്രുതിയുടെയും ജീവിതം അവൾ കുട്ടിച്ചോറാക്കും. അതുകൊണ്ട് ഇത് ഞാൻ അവൾക്ക് കൊടുക്കുന്ന അവസാന ചാൻസാണ്. നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ എന്ന് കരുതി. അതല്ല ഇനി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് നിങ്ങളുടെ മോളുടെ ഉദ്ദേശമെങ്കിൽ ഇവിടെ നിന്നും പിടിച്ചിറക്കി ഞാൻ തെരുവിൽ നിർത്തും. അച്ഛനും അമ്മയുമാണെന്നുള്ള സെന്റിമെന്റ്സ് ഒന്നും എനിക്കില്ല. അതും പറഞ്ഞ് രണ്ടടി മുന്നോട്ടേക്ക് നടന്ന അനി പിന്തിരിഞ്ഞ് നിന്നുകൊണ്ട് വേണുവിനോട് പറഞ്ഞു. അച്ഛാ, നാളെ ഞാൻ കമ്പനിയിലേക്ക് വരുന്നുണ്ട്. വീട്ടിലിരുന്ന് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. കാരണം അത് അച്ഛൻ്റെ കമ്പനിയല്ല, അതെൻ്റെ കമ്പനിയാണ്. അത് നോക്കി നടത്താൻ എനിക്ക് നല്ലോണം അറിയാം. അതിനുള്ള കഴിവും പ്രാപ്തിയും എനിക്കുണ്ട്. ഇതുവരെ ഞാൻ ഇതിലൊന്നും ഇടപെടാതിരുന്നത് എനിക്കിതിനോടൊന്നും ആഗ്രഹമില്ലാത്തത് കൊണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ പോയാൽ പണത്തിൻ്റെയും കൊഴുപ്പിൻ്റെ അഹങ്കാരത്തിൽ നിങ്ങൾ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികൾ ഞാൻ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും. അച്ഛനും അമ്മയും അനിയത്തിയുമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്കൊക്കെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളവരോട് ഇങ്ങനെ പെരുമാറാനേ പറ്റൂ. മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക്, ഇല്ലെങ്കിൽ 3 എണ്ണത്തിനെയും ചവിട്ടി ഞാൻ പുറത്താക്കും. മുറുകിയ മുഖത്തോടെ അനി ഹേമയും വേണുവിനെയും നോക്കിക്കൊണ്ട് മുകളിലത്തെ മുറിയിലേക്ക് കയറിപ്പോയി. ഒരു നിമിഷം അനിയുടെ സ്വഭാവമാറ്റത്തെ കണ്ട് ഹേമയും വേണുവും പതറിപ്പോയി. തങ്ങളുടെ മുന്നിൽ ഓച്ചാനിച്ച് നിന്ന അനിയെ അല്ല അവരിപ്പോൾ അവിടെ കണ്ടത്. എന്തിനും ഏതിനും പ്രാപ്തിയായ ഒരുവനെയായിരുന്നു. വേണുവേട്ടാ,
നമ്മുടെ അനി തന്നെയല്ലേ അത്? അവൻ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിട്ട് പോയത്? ഒരു നിമിഷം വേണു വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. താൻ ഇത്രയും കാലം കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ടിരുന്ന സാമ്രാജ്യം നഷ്ടപ്പെട്ടു പോകുകയാണെന്ന ചിന്ത അയാളെ ഒരു ഭ്രാന്തനാക്കി. ഹേമ അയാളുടെ ഷോൾഡറിൽ കൈവയ്ക്കാൻ ഒരുങ്ങിയതും ആ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് വേണു ഹേമയോട് അലറിക്കൊണ്ട് പറഞ്ഞു, തൊട്ടു പോകരുത് നീ എന്നെ. നീ നിന്റെ പുന്നാര മകളും കാരണം ഞാനിപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലായി. കേട്ടില്ലേ നമ്മുടെ മോനെന്ന് പറയുന്നവൻ പറഞ്ഞിട്ട് പോയത്? അടിച്ചിറക്കുമെന്ന്. അപ്പോൾ ഇത്രയും കാലം ഞാൻ നോക്കി നടത്തിയ സ്വത്തുക്കളെല്ലാം കൈവിട്ട് പോയി എന്നർത്ഥം. മകനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുക എന്ന് വെച്ചാൽ ഛേ, എല്ലാം എൻ്റെ അച്ഛൻ ഒരാൾ കാരണമാണ്. അങ്ങയുടെ ഒടുക്കത്തൊരു വിൽപത്രം എല്ലാം കൊണ്ട് വേണുവിന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അയാൾ ആരെയും നോക്കാതെ തൻ്റെ മുറിയിലേക്ക് ഓടിക്കയറി. ഹേമയാണെങ്കിൽ മാളവികയുടെ മുറിയുടെ മുന്നിൽ നിന്നുകൊണ്ട് വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ഒരു ഭാഗത്ത് മകളും ഒരു ഭാഗത്ത് ഭർത്താവും. ഹേമയ്ക്ക് ശ്രുതിയെ കത്തിക്കുവാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. കാരണം ഇതെല്ലാം അവൾ വന്നതുകൊണ്ടാണെന്ന് അവർ സ്വയം വിശ്വസിച്ചു. ശ്രുതി. ഇത്രയും നേരം ത്രിലോകിന്റെ നെഞ്ചിലായി മുഖം പൂഴ്ത്തിക്കൊണ്ട് കരഞ്ഞിരുന്ന ശ്രുതി ത്രിലോകിന്റെ വിളി കേട്ട് പതിയെ തന്റെ കണ്ണുകൾ ഉയർത്തി അവനെ ഒന്ന് നോക്കി. ശ്രുതിയെ നോക്കി തന്റെ കണ്ണുകൾ ചിമ്മിക്കൊണ്ട് ത്രിലോക് അവളോട് പറഞ്ഞു, നിനക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. അത്രയും നേരം കരഞ്ഞു വീർത്തിരുന്ന മുഖത്തോടെ തന്നെ നോക്കിയിരുന്ന ശ്രുതിയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു. എന്താ ത്രിലോക്? അത് പിന്നെ നമുക്ക് നിന്റെ നാട്ടിലൊന്ന് പോയിട്ട് വന്നാലോ? നീ ഇപ്പോൾ നിന്റെ നാട്ടിൽ നിന്നും വന്നിട്ട് കുറേയേറെ ആയില്ലേ? അവിടെ നിനക്കൊരു വീടുള്ളതല്ലേ? ആരും നോക്കാതെ അതിപ്പോൾ നശിക്കുന്നുണ്ടാകും. ത്രിലോക് അങ്ങനെ പറഞ്ഞതും ശ്രുതിയുടെ കണ്ണുകളൊന്ന് വിടർന്നു. സത്യത്തിൽ ശ്രുതിയെ ആഗ്രഹിച്ചിരുന്നു നാട്ടിലേക്കൊന്ന് പോകണമെന്ന്. കാരണം അച്ഛൻ്റെ വിയർപ്പായിരുന്നു ആ തറവാട് വീട്. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് ആലോചിക്കും തോറും അവളുടെ നെഞ്ചു പൊട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ത്രിലോകിനോട് പറയാനുള്ള മടി കൊണ്ടായിരുന്നു അവൾ ഇത്രയും കാലം അവനോട് ഇതിനെക്കുറിച്ച് പറയാതിരുന്നത്. സത്യമാണോ ത്രിലോക് നീ പറയുന്നത്? എന്നെ കൊണ്ടുപോകുമോ എൻ്റെ നാട്ടിലേക്ക്? കുഞ്ഞു കുട്ടികളെപ്പോലെ മുഖം വിടർത്തിക്കൊണ്ടുള്ള ശ്രുതിയുടെ മുഖഭാവം കണ്ടതും ത്രിലോകിന്റെ മനസ്സിൽ അത്രയും നേരം ഉണ്ടായിരുന്ന ടെൻഷൻ അല്പം ശമനം ലഭിച്ചിരുന്നു. ആടാ, നമ്മൾ പോകുന്നു. പറ്റിയാൽ ഈ അടുത്ത ദിവസം തന്നെ. എന്തായാലും എനിക്കിനി ഡ്രൈവ് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ശിവയും കൂടെ കൂട്ടാം. അത് ശരിയാ, ശിവേട്ടനെ കൂടി കൂട്ടാം. ഏട്ടനും കൂടെ ഉണ്ടെങ്കിൽ ഒരു രസമാണ്. അത്രയും നേരം പുഞ്ചിരിച്ച് നിന്നിരുന്ന ത്രിലോകിന്റെ മുഖം കൂർത്തു വരുന്നത് കണ്ട് ശ്രുതി അവനെ നോക്കിയിരുന്നു. എന്തു പറ്റിയെന്നോ? ശിവൻ നിനക്ക് ശിവേട്ടൻ, അപ്പോൾ ഞാനോ? ശിവേക്കാളും ഒരു വയസ്സിന് മൂത്തതാണ് ഞാൻ. എന്നിട്ട് നീ എന്നെ വിളിക്കുന്നത് ത്രിലോക് എന്ന്. ത്രിലോകിന്റെ ഈ മുഖഭാവം കണ്ട ശ്രുതി അറിയാതെ പൊട്ടിച്ചിരിച്ചു പോയി. നിന്നെ ഞാൻ എങ്ങനെ ത്രിലോകേട്ട എന്ന് വിളിക്കും? എനിക്ക് ത്രിലോക് എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. പക്ഷെ അതിലൊരു ബഹുമാനമുണ്ട്. അതൊരിക്കലും ബഹുമാനമല്ലാത്തൊരു വിളിയല്ല. ഇനി നിനക്ക് ഞാൻ അങ്ങനെ വിളിക്കണമെങ്കിൽ ഞാൻ ഏട്ട എന്ന് വിളിക്കാം. എന്തു പറയുന്നു? കുറുമ്പ് നിറഞ്ഞ മുഖത്തോടെ ശ്രുതി അവനോടായി ചോദിച്ചു. ഒന്നും വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. നീ എന്നെ പേര് വിളിക്കുന്നത് തന്നെയാണ് ബേബി ഡോൾ എനിക്കിഷ്ടം.